പ്രവേശനോത്സവം വരിക. 2 മാസത്തിന് ശേഷം കൂട്ടുകാരെയൊക്കെ കാണാൻ പോകുന്നു. ലഡു, ജിലേബി, പുതിയ ക്ലാസ് റൂം, പുസ്തകങ്ങൾ, അടിപൊളിയായിരിക്കും. പ്രശ്നമുണ്ട്, പ്രവേശനോത്സവത്തിന്റെ സമയത്ത് മൊത്തം പ്രസംഗങ്ങളായിരിക്കും. പ്രസംഗം പ്രസംഗം പ്രസംഗം. സത്യം, പ്രസംഗം കേട്ടാ ശരിയല്ലേ? നമ്മൾ 2 മാസത്തെ അവധി കഴിഞ്ഞ് കൂട്ടുകാരെ കാണാനും പുതിയ ക്ലാസ് റൂമിനും വേണ്ടി വരുന്നവര്, അതിനൊപ്പം ആദ്യമായിട്ട് സ്കൂളിൽ വരുന്നവര് കരഞ്ഞും ബഹളവും. അതിന്റെ ഇടയ്ക്ക് മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ നിൽക്കരുത്. ഇനി പ്രസംഗിക്കുമ്പോൾ അത് ചുരുക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ കഥകളൊക്കെ ചേർത്ത്, കവിതകളിലെ ചെറിയ വരികളൊക്കെ ചൊല്ലി, കുറച്ച് തമാശകളൊക്കെ ചേർത്ത് അങ്ങനെ രസകരമാക്കി ചുരുക്കി പറയണം. അതല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നേ, അല്ലേ? പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല, ഈ സ്വാഗത പ്രസംഗത്തിന് സ്വാഗതം പറഞ്ഞാൽ പോരെ, അതിനു മുമ്പ് അരമണിക്കൂർ ഉപദേശം 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 വീണ്ടും ഉപദേശം. നമുക്ക് ഉപദേശം തരാനാണെങ്കിൽ ഇത് ഉദ്ഘാടകനുണ്ട്, അധ്യക്ഷനുണ്ട്, ഇനി മുഖ്യപ്രഭാഷകൻ. എന്തിനാണ് ഇവരൊക്കെ? അവരെ പോട്ട് വേറെ ചിലരുണ്ട്. അവര് പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഈ വേദിയിലേക്ക് എനിക്ക് കാണുമ്പോഴേ അറിയാം, കുട്ടികളുടെ മുഖം കാണുമ്പോഴേ അറിയാം, ദീർഘമായൊരു പ്രസംഗം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ചുരുങ്ങിയ വാക്കുകളാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞ് ആരാണോ പ്രസംഗം തുടങ്ങുന്നത് അവരായിരിക്കും അന്നത്തെ ആ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചിരിക്കുന്നത്. ഇത്രയും നേരം സംസാരിച്ച് കുട്ടികളെ വെറുപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ആദ്യം ഒരു മുഖവുര? കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കണം. ചുരുക്കുമെന്ന് പറഞ്ഞാൽ ചുരുക്കണം, അല്ലേ? കറക്റ്റ്. പക്ഷെ ഇവരെക്കാൾ വലിയ പ്രശ്നക്കാരുണ്ട്. 1.5 മണിക്കൂറത്തെ ലളിത പ്രഭാഷണത്തിന് ശേഷം ഇങ്ങനെ പറയുകയാണ്, എന്റെ ലളിതമായ പ്രസംഗം കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ 12 കാര്യം വരിക്കും. നമുക്ക് അത് കഴിഞ്ഞ് 1 മണിക്കൂറും കൂടെ നീളും. അത് തീരാറാകുമ്പോൾ വീണ്ടും നീളും. അങ്ങനെ നീണ്ടു പോകും. അതിന് ഏറ്റവും ആശ്വാസമുള്ളത് ആശംസാ പ്രസംഗം പറയുന്നവരാണ്. അവര് പരമാവധി ചുരുക്കിയാണ് സംസാരിക്കാറ്. എങ്കിലും അവർക്കൊരു പ്രശ്നമുള്ളത്, അവരുടെ പ്രസംഗത്തിന് മുന്നും വേദിയിലിരിക്കുന്നവരെ എല്ലാം അഭിസംബോധന ചെയ്യും. അവരുടെ പേര് എടുത്തെടുത്ത് പറയും, അതിനുശേഷമേ പ്രസംഗിക്കൂ. എന്തിനാ അതിന് പകരം മാന്യരെ, പ്രിയപ്പെട്ടവരെ, അതെ, ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, മാന്യ സദസ്സിന് നമസ്കാരം, വേറെ എത്രയോ വാക്കുകളുണ്ട്. എങ്കിലും ഇതൊക്കെ കൂടി വരുമ്പോഴാണല്ലോ പ്രവേശനോത്സവം ആ ഉത്സവമാകുന്നത്. ലഡു, കളി, ചിരി, കൂട്ടുകാർ, പിന്നെ ഈ പ്രസംഗങ്ങളും. അതാണ് അതിന്റെ ബ്യൂട്ടി. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യെസ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ്? ഈ പ്രസംഗങ്ങൾ